ജിയോൺ വീൽസിൻ്റെ അടുത്ത ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ദി ന്യൂ വീഡിയോ. അപ്പോൾ 2 ദിവസത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ ഫുൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മേപ്പാടി വഴി പോകുന്നു, ഊട്ടിയിലെത്തുന്നു, ഊട്ടിയിലെ നൈറ്റ് കാഴ്ചകൾ, ഊട്ടിയിലെ താമസം, അത് കഴിഞ്ഞ് ഊട്ടിയിൽ നിന്ന് നമ്മൾ നേരെ വിടുന്നു മുതുമല ടൈഗർ റിസർവ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, ദെൻ നമ്മളുടെ മൈസൂർ പാലസ്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ്, ഇത്രയും യാത്രയുടെ വിവരണങ്ങളാണ്, യാത്രയിലുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മുമ്പോട്ടുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിൽ ഗോ ടുഗദർ. ഇന്ന് വന്നപ്പോൾ ഒരു ഇ പാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വണ്ടിക്കാരൻ പറഞ്ഞ് ഇ പാസ് എടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ നമ്മൾ ഇനി അത് പെട്ടെന്ന് ഫോണിൽ ഇ പാസ് എടുത്ത് വണ്ടി നമ്പരും കാര്യങ്ങളും ചെയ്തു. അത് അവിടെ കാണിച്ച QR കോഡ് ഇത് ചെയ്തല്ലേ, അതിലൊരു QR കോഡുണ്ട്, അവരത് സ്കാൻ ചെയ്തു. അപ്പോൾ നമ്മൾ തന്നെ നല്ലൊരു തേയിലത്തോട്ടം കണ്ടപ്പോൾ തന്നെ നിർത്തിയതാണ്. ബോയ്സ് കം ഔട്ട്. വഴി നടക്കും, വണ്ടി നിർത്തിയിട്ടിട്ട് പോയി. നല്ലൊരു ടീ പ്ലാന്റേഷൻ എടുക്കുവാണ്, നല്ലൊരു ടീ പ്ലാന്റേഷൻ ആണ്. നല്ല ഇല്ല, ഉറപ്പാണോ? ബാംഗ്ലൂര്. പൈൻമരക്കാടുകൾക്കിടയിൽ സല്ലപിച്ച് നടക്കുന്ന ഞാൻ കണ്ടു നമ്മൾ ജഗതി പറയുന്നത്. തന്നെ സ്പേസ് ഇല്ല. ഞങ്ങൾ താണ്ട നമ്മൾ കൂടല്ലൂരെത്തി. അതിപ്പോൾ വരുന്ന വർഷങ്ങൾക്കൊന്നും അല്ലല്ല, നമ്മുടെ ഊട്ടി യാത്രയാണ്.
അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോയത് ഞാൻ നല്ല പണം അല്ലേ ഇവിടെ ഒരു പാർക്കിങ് ഇവിടെ വ്യൂ പോയിന്റ് എന്തോ സംതിങ് ഉണ്ട് വെള്ളച്ചാട്ടോ ഡാം അവിടെ നിർത്ത അപ്പോൾ നമ്മുടെ ഊട്ടി എന്തോ നോക്കിയേ വ്യൂ പോയിന്റ് നോക്കി പോകാൻ പറ്റില്ല ഈ ബോട്ട് ഹൗസ് അതാണ് ശരിയാ ടൂറിസ്റ്റ് ഓഫീസൊക്കെ അങ്ങോട്ടാണ് അത് ആ പ്രതിമ ഇത് സ്കൂളാണ് ഇതുവഴി നമുക്ക് നേരെ അപ്പുറത്തോട്ട് കണക്ഷൻ റോഡ് കാണാം ഇത് സ്കൂളാണ് അപ്പം ഞങ്ങൾ വേണ്ട ഊട്ടിയിൽ വന്നു ഊട്ടി കൂടെ രാത്രിയിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയതാണ് ഡ്രസ്സൊന്നും മാറിയൊന്നുമില്ല തണുപ്പുണ്ട് ഞങ്ങൾ ഊട്ടി കൂടെ ഇങ്ങനെ നടക്കുന്നവരുണ്ട് ഊട്ടിയുടെ രാത്രി ഭംഗിയാണ് ഊട്ടി ബസ് സ്റ്റാൻഡാണ് താഴെ കാണുന്നത് ബസ് സ്റ്റാൻഡിൽ വണ്ടികൾ നിൽക്കുന്ന റോഡിൽ കൂടി വണ്ടികൾ ഇങ്ങനെ പാഞ്ഞു പോകുന്നു ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് ഊട്ടിയിൽ കൂടി ഊട്ടിയിലെ മാർക്കറ്റിൽ കൂടി ഞങ്ങൾ നടക്കുകയാണ് ഊട്ടിയിലെ മാർക്കറ്റിൽ കൂടി നടക്കുന്നു സ്വെറ്റർ വേണോ ഞങ്ങൾ വേണ്ട എല്ലാവരും കൂടെ കറങ്ങാൻ വന്നിട്ട് ഇനി ഇവിടുന്ന് കോയമ്പത്തൂർ നമ്മൾ 82 കിലോമീറ്റർ നാളെ രാവിലെ നമുക്ക് പ്ലാൻ മസിനഗുഡിയിൽ നിന്ന് ബന്ദിപ്പൂർ വഴി സുൽത്താൻ ബത്തേരി ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുകയാണ് രാവിലെ ഒരു മഴയാണ് അവിടെ ഒരു ചർച്ചുണ്ട് ബോയ്സ് ഏതാണ്ട് കണ്ടോ കിടന്നുറങ്ങുന്നു ഒരു ബോയ് ഏതാണ്ട് നിൽക്കുന്നു എഴുന്നേറ്റ് ഒരാൾ ബാത്റൂമിൽ ഇങ്ങനെ എല്ലാം റെഡിയാവാനൊക്കെ ഉള്ള ബോയ്സ് ബോയ്സ് കുഴപ്പമില്ലാതെ വലിയ റൂമാണ് കേട്ടോ വലിയ റൂം ബാത്റൂമൊക്കെ നല്ല വലിയ ബാത്റൂം ഒക്കെയാണ് കുഴപ്പമില്ലായിരുന്നു തണുപ്പാണെന്നേ ഉള്ളൂ ബ്ലാങ്കറ്റൊക്കെ
ഇനിയിപ്പോൾ കൊള്ളൂരൊരു ട്രെയിനുണ്ട്, സ്റ്റീം എഞ്ചിൻ, പഴയ നമ്മുടെ സ്റ്റീം എഞ്ചിൻ്റെ ട്രെയിനിൻ്റെ ഒരു ട്രിപ്പ് ചെയ്യാൻ കൊള്ളാവുന്ന പ്ലാനുണ്ട്. അത് ചെയ്തിട്ട് നേരെ മസനഗുഡിയിൽ നിന്ന് ബന്ദിപ്പൂർ അല്ലേ, അതാണ് പ്ലാന്. നോക്കാം ഇങ്ങനെയൊക്കെ ആവുന്നു, വർക്കൗട്ട് ആവുന്നു. നമ്മുടെ ഊട്ടിയിലെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ഏതാണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി വണ്ടിയിൽ നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു, എല്ലാം റെഡിയാവുന്നു. അവർ റെഡിയായി ഇറങ്ങുന്നേ ഉള്ളൂ. നമ്മൾ താമസിച്ചത് ഇന്നലെ ഇവിടെയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ റെഡിയായി. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ റൂട്ട് പ്ലാൻ എങ്ങനെയാണ്? റൂട്ട് ഞങ്ങൾ വിചാരിക്കുന്ന ഇവിടുന്ന് നേരെ മസനഗുഡിയിൽ നിന്ന് ബന്ദിപ്പൂരാണ്. അല്ലെങ്കിൽ ഓടി നടക്കണമെന്ന് വിചാരിച്ചു, നടന്നു. ആടല്ലേ എങ്ങനെ ഓടും? മമ്മൂട്ടിയും സരിതയും മോഹൻലാലും സരിതയും റഹ്മാനും ലിസിയൊക്കെ ഓടുന്ന പോലെ ഒന്ന് ഓടണം വിചാരിച്ചു. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഡൽഹിയിലും ഉണ്ട്. പിന്നെ ഞാനത് ഓർത്തോണ്ടിരിക്കുന്നു. നമ്മളെല്ലാരും പോയായിരുന്നു, മോനില്ലായിരുന്നു. ചോക്ലേറ്റ് മ്യൂസിയം ഒക്കെ ആണ്. അത് ഇവിടെ അറിയാലോ. ചോക്ലേറ്റ് മ്യൂസിയത്തിൽ കണ്ടിട്ടോ? അതാ കയറിട്ടോ. ചോക്ലേറ്റ് മ്യൂസിയം കൊക്കോ, ഞങ്ങൾ അങ്ങനെ ചൊക്കോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചോക്കോ എന്ന് പറഞ്ഞാൽ അതാ. beans are stacked in a large wood box covered with banana leaves and left for about 5 days. During fermentation, yeast and bacteria are added to break down beans. Sugars into 45 beans and seeds of the tree. Many fruits are picked by hand and cut open with a knife. The beans are removed സ്മർഫിൻ്റെ ആണോ? അല്ല, ചോക്ലേറ്റ് കൊണ്ടാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? കോട്ടിങ്. ഇതെല്ലാം എല്ലാം കോട്ടിങ്. ഇതൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ചോക്ലേറ്റ് ഫാക്ടറി പ്ലസ് ചോക്ലേറ്റ് മ്യൂസിയം. എന്താണ്ട് എന്തായത് വേഫർ ഹോട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണ്. 20 റുപ്പീസാണ് ഒരു ഹോട്ട്. അവിടുത്തെ വീണോ? അപ്പോൾ വേണ്ടി അവിടുത്തെ പറഞ്ഞോ. കയ്യല്ല സാറേ, കയ്യിൽ തപ്പിയാണ് ചോക്ലേറ്റ്. അതെ, എനിക്ക് പുള്ളി കുനിഞ്ഞു. മതി.
ഈ മഴയത്ത് നമുക്കിത് പുതുതായിട്ട് അവിടെ പോയി ഇടരുതോ? ആ ഇതാ 2 എണ്ണം മേടിച്ചാലോ. എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ വാവേ? അത്ര അത്യാവശ്യമൊന്നുമില്ല. അപ്പൊ നോക്കാം. ക്രൊക്കഡൈലൊക്കെ കാണും. ശരിയാണ്. പോയ വഴിക്ക് നമുക്കന്ന് വെള്ളം ഇല്ലെന്നും പറഞ്ഞു. ഇനി പോകുമ്പോ ഈ വെള്ളം ഉണ്ടോ? ആ ശൗചാലയം ശൗചാലയത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഡാമാണ് ഇത്. നമ്മൾ അവിടുന്ന് കണ്ട സെയിം ഡാമല്ലേ? എവിടെയമ്മ എവിടെയോ ഉണ്ട്. കൊക്കിരിപ്പുണ്ടോ? അത് കൊക്കൊന്നല്ല, തടിയാ. കോട്ടയുണ്ടോ? വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. പുതുമല ടൈഗർ റിസർവിൽ ഞങ്ങൾ കയറി. നമ്മൾ പുതുമല ടൈഗർ റിസർവിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഡിയർ? കണ്ടോ മക്കളെ? ഡിയർ എന്നൊക്കെ പറഞ്ഞാല് പേര് അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. ഓ ദേ ബൈസൈക്കിളുണ്ട്. ബൈസൈക്കിൾ ഫോട്ടോ കണ്ടില്ലേ? ഓ അതിനിപ്പോ എന്താ, നമ്മളും വൈറലാവും. അവര് മാത്രം വൈറലായാൽ മതി. ഇപ്പൊ എങ്ങനെയാ വിരിപ്പിക്കുക ഇതിന്? കുറച്ച് വെള്ളം ഒഴിച്ചാലോ? താത്തി വെക്കടി. ആനേനെയും കണ്ടു, മയിലിനെയും കണ്ടു. പോകും മനുഷ്യ ചാടി ഇങ്ങനെ കയറും. ഒരുപാട് കുരങ്ങനുണ്ടല്ലോ. ഇത് കുരങ്ങൻ അത് ഫോണ് അല്ലേ? കഴിഞ്ഞ ഫോൺ റൈറ്റില് ഈ മത്തല മൊത്തം തേഞ്ഞ് മേളോട്ട് നോക്കും. നിന്റെ മേളോട്ട് നോക്കണം. ഞാൻ കണ്ടായിരുന്നു. ഇഷ്ടം പോലെ പീക്കോക്കറാണ്. രണ്ട് പീക്കോക്കണോ? പോടാ. ഇഷ്ടം പോലെ മാനുകൾ ആരും കണ്ടില്ലല്ലേ? ടൈഗർ റിസർവ് കഴിഞ്ഞു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ടൈഗർ റിസർവ് ഞങ്ങൾ കേരള സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങി തമിഴ്നാട് സ്റ്റേറ്റിൽ കൂടെ കറങ്ങിയപ്പോൾ ഞങ്ങൾ കർണാടക സ്റ്റേറ്റിലോട്ട് പോകും. ഇവിടുന്ന് നമ്മൾ പോകും. ബന്ദിപ്പൂർ. വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. നോ പാർക്കിംഗ്, നോ ഫോട്ടോ. ഗുഡ് പറയുമ്പോ കേറുമ്പോ ഒരേ സ്പീഡിലായിരിക്കും. എൻട്രി ഫീ 20 അല്ല എത്ര? നമ്മൾ 20 കൊടുക്കും. എത്ര പേടി? ഞാൻ കണ്ടല്ല മരത്തലിരിക്കുന്നത്. ബോർഡിലല്ലേ? ആ ബോർഡാണെങ്കിൽ മരത്തലല്ലേ ഇരുന്നേ? I told you I read what you see attack in real life.
look. പുള്ളിയാ leader. ഇതിന് നല്ല ടേസ്റ്റ് അല്ലേ? അത് ഓരോ അത് ടൈമിലാ. അല്ല, മിക്കവാറും വയനാട് ബന്ദിപ്പൂരിലെ കാണും. വയനാട് ബന്ദിപ്പൂരായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. ഏതാ ബന്ദിപ്പൂരം? ഇത് നമ്മൾ ബന്ദിപ്പൂർ കഴിഞ്ഞ് മേലുക്കമ്മനഹള്ളിയിൽ നമ്മൾ കയറി കഴിഞ്ഞു. ഇനി നമ്മൾ മേലുക്കമ്മനഹള്ളി വഴി നേരെ മൈസൂർ. അപ്പോൾ ഞങ്ങൾ മൈസൂരിലേക്കുള്ള യാത്രയിൽ അവിടെ ഉണ്ട്. ഇവിടെ എഴുതിയേക്കുന്നൊന്ന് വായിച്ചാലോ? തമിഴ് എഴുതിയേക്കുന്നത്. അത് കന്നഡയാ. ആ കന്നഡ എഴുതി. എന്റെ ഫ്രണ്ട് സൂര്യകാന്തി തോട്ടങ്ങളാണ് ഇവിടെ എല്ലാം കണ്ടല്ലോ. എത്തിയതാണ് ടിപ്പു സുൽത്താൻ്റെ പ്രതിമയൊക്കെ കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഓടി മൈസൂർ പാലസ് എത്തി. പക്ഷെ അന്നാണ് മഴയുമായി. അങ്ങനെ മഴ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയുടെ പുറകെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ തന്നെ അങ്ങനെ മൈസൂർ പാലസിലെത്തി. കുറേ നാളും കൊണ്ട് ഇങ്ങനെ പറയാമായിരുന്നു മൈസൂർ പാലസ് വരണം, മൈസൂർ പാലസ് വരണം. മൈസൂർ പാലസിലെത്തി. ആണ് അതുവഴി ഇവിടെ ഇത് ലൈൻ ഇങ്ങനെ പോകുന്ന ആൾക്കാരല്ല. നമ്മളൊന്ന് പോകുന്നു. നമ്മൾ ഇതുവഴി കയറി നമ്മൾ സൈഡ് കയറ്റി കൂടെ പാലസിൽ കയറാനായിട്ട് ഷൂ ഒക്കെ ഊരിട്ട് പാദന്മാരായിട്ട് നടക്കുന്നത്. പാദരായിട്ട് പാലസിൽ മുന്നിലായിട്ട് കയറുന്നു. ആ ടിക്കറ്റ് കടയിൽ നമ്മൾ പാലസിന് മുന്നിലോട്ട് കയറുകയാണ്. മൈസൂർ പാലസ് ടിപ്പു സുൽത്താൻ്റെ പാലസാണ് അല്ലേ? ടിക്കറ്റാണ്. അൽവിൻ അൽവിൻ ബാബ നോക്കിക്കോ, രണ്ടുപേരും ഒന്നിച്ച് BMW, ബെൻസ് എല്ലാം സുൽത്താൻ്റെ ഇത് ഒരു ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയ. ഇങ്ങോട്ടൊക്കെ നമ്മൾ വന്നിട്ടില്ല. നമ്മളെന്ത് ഇങ്ങോട്ട് വന്നിട്ടില്ലടാ. ആദ്യം
വന്നേ ഫോട്ടോ എടുക്കാനായിട്ട്. ചാച്ചന്മാരുടെ റോക്ക് ഗാർഡൻ മൈസൂർ പാലസിൻ്റെ വാർത്ത കൂടിയുള്ള റോഡിൽ കൂടിയുള്ള യാത്രയാണ്. അപ്പോൾ പാലസ് എല്ലാം കണ്ടിറങ്ങി ഞങ്ങൾ തിരിച്ചതാണ് ഇറങ്ങി ഞങ്ങൾ നേരെ ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ടയിൽ നിന്ന് അങ്കിൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് ചെയ്യാറില്ല. ഡിലീറ്റ് ചെയ്യണം, ഒത്തിരി വീഡിയോ ഡിലീറ്റ് ചെയ്യണം. നോ പ്രോബ്ലം. യൂട്ടാണല്ലോ തിരിച്ചല്ല. തിരിച്ച് ഫുൾ ഇതെന്തോ അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് വിട്ടു. മൈസൂർ പാലസും ഒക്കെ കണ്ടു. അടിപൊളിയായിരുന്നു. നേരെ ബന്ദിപ്പൂർ വഴി ബത്തേരിക്ക് കൂടുകയാണ്. ബത്തേരി വഴി ചേർത്ത് അപ്പം ഞങ്ങൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം ബാക്കിയുള്ള കാഴ്ചകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം